ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്കിത് സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ക്രിസ്മസിന് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിതിൽ 1 kgയുടെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 3/4 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് 1/4 കപ്പ് അങ്ങനെയാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 3/4 കപ്പ് മൈദ എടുത്തു, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ, അങ്ങനെ മൊത്തം 1 കപ്പ് കേട്ടോ. അങ്ങനെയാണ് കണക്കാക്കി എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഞാൻ 1 വട്ടം അരിക്കുന്നുള്ളൂ കേട്ടോ. 3 വട്ടം അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. നിങ്ങൾ 1 വട്ടം അരിച്ചാൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് വേണം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഇതുപോലെ 1 കപ്പിൽ മെഷർ ചെയ്തെടുക്കുക കേട്ടോ. 4 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് വാനില എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുൾ സ്പീഡിൽ, നിങ്ങളുടെ ബീറ്ററിൻ്റെ ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് എഗ്ഗ് പതഞ്ഞ് വരും കേട്ടോ. ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് ബീറ്റായിട്ട് വരും. നമ്മളിതിൽ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരുന്നല്ലോ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയിട്ടൊന്നല്ല, സാധാ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് എടുത്തിട്ട് ഇത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ, അതായത് ഇതുപോലെ ഒരു സൈഡിലോട്ട് മാത്രം ആയിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ കുത്തി ഇളക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല. സ്പീഡായിട്ട് നിങ്ങൾ ഇളക്കുകയും ചെയ്യരുത്. വളരെ സ്ലോ ആയിട്ട് മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവനുള്ളവർ ഓവനിൽ കൊടുക്കുക. അതല്ലാത്തവർ നമ്മുടെ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ട് അതിൽ ബേക്ക് ചെയ്യുക കേട്ടോ. ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. 10 മിനിറ്റ് നന്നായിട്ട് നിങ്ങൾ ബേക്ക് ചെയ്യുന്ന പാത്രം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട്. അതിന് ശേഷം നമ്മൾ ഈ ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ എനിക്ക് 35 മിനിറ്റാണ് കറക്റ്റ് ടൈമാണ് കേട്ടോ ബേക്കായി കിട്ടാനായിട്ട്. ഞാൻ ഓവൻ ഇല്ലാണ്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ചൂടാറിയിട്ടാണ് കേട്ടോ നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ക്രീം സ്ഥിരമായിട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ക്രീം, അത്യാവശ്യം മധുരമുള്ള ക്രീമാണ്. എന്നാൽ ഞാൻ കുറച്ച് മധുരം ആഡ് ചെയ്യും. കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല മധുരം, എല്ലാവർക്കും നല്ല മധുരം വേണം. അപ്പോൾ കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് മുഴുവൻ എടുക്കില്ല, പക്ഷെ ഒരു 3/4 കപ്പ് അത്രയും ക്രീം ഞാൻ എടുക്കും. എനിക്ക് ആ ഒരു ഇതാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് നമ്മൾ ബേക്കറി സ്റ്റൈലൊക്കെ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും ക്രീം മതി. കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. കുറച്ച് വെള്ളം നമ്മൾ പഞ്ചസാരയും 1 നുള്ളുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഐസിങ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നമ്മുടെ ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ഡബിൾ ബോയിലിങ്ങിൽ ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്പോഞ്ചിലേക്ക് ഡയറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പോഞ്ചിന് ഒന്ന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് ശേഷം ക്രീം ആക്കിയിട്ട് ക്രീമിൻ്റെ മുകളിലും ഇതുപോലെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ്സ് ഇടാം. ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ 3 ലെയറും ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ലാസ്റ്റത്തെ ലെയറാണ് കേട്ടോ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. സിറപ്പ് ആവശ്യത്തിന് ഒഴിക്കുക. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് ഇങ്ങനെ വല്ലാണ്ട് വെള്ളം ഒരു നനഞ്ഞ പോലെ തോന്നും. അപ്പോൾ ആവശ്യത്തിന് മാത്രം സിറപ്പ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ താഴത്തെ ലെയർ വല്ലാണ്ട് വെള്ളം കിനിഞ്ഞ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം സെറ്റാക്കിയതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തിട്ട് മോൾ ഭാഗത്തൊക്കെ ഞാനിങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡ്സിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വലിയ ഫിനിഷിങ് നമുക്ക് വേണമെന്നില്ല, കാരണം നമ്മൾ സിമ്പിളായിട്ടുള്ള മറ്റേ ഡിസൈനാണ്. സൈഡിലൊക്കെ ചോക്ലേറ്റ് വയ്ക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ അറിയില്ല. അപ്പം ഞാനൊരു വലിയ ഫ്ലവർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഒരു ഫ്ലവേഴ്സ് ഒരു 5 വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചെറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്കിനി സൈഡ്സിൽ നമുക്കിതിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അലിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ നമ്മൾ കൈ വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും, ഗ്ലൗസും അങ്ങനെ ഒട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സൈഡ്സിൽ ചോക്ലേറ്റ് വെച്ച് കൊടുത്തു, മുകളിൽ ചെറി, അതുപോലെ തന്നെ ഒരു ഹാപ്പി ക്രിസ്മസും എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും. അപ്പോൾ ക്രിസ്മസിന് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്